Hello everyone, welcome back to our channel. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ല നാടൻ മത്തി ഫ്രൈ ആണ്. വളരെ ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടുമുള്ള മത്തി ഫ്രൈ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ചോറിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫിഷ് റെസിപ്പിയാണ് മത്തി ഫ്രൈ എന്ന് പറയുന്നത്. വളരെ ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഡിഷാണിത്. സോ മത്തി ഫ്രൈ, അതും നല്ല നാടൻ മുരിഞ്ഞ മത്തി ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല നാടൻ മത്തി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് ഞാൻ നടുക്കൂടെ വരഞ്ഞിട്ടുണ്ട്. അത് മസാലയെല്ലാം നന്നായി പിടിക്കാൻ വേണ്ടിയാണ്. ഇനി റെഡ് ചില്ലി പൗഡർ, ടേമറിക് പൗഡർ, ഉപ്പ്, പെപ്പർ പൗഡർ, കുറച്ച് ഉലുവാപ്പൊടി ആൻഡ് കൊറിയാൻഡർ പൗഡർ, മല്ലിപ്പൊടി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ആദ്യം തന്നെ ഒരു ബ്ലെൻഡർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഉള്ളി കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, നമ്മൾ ബ്ലെൻഡ് ചെയ്യാനുള്ളതല്ലേ. അതിനുശേഷം കുറച്ച് കറിവേപ്പില, ഇഞ്ചി, ഗാർലിക് എന്നിവ ആഡ് ചെയ്യുക. ഇനി നമുക്ക് മസാല എല്ലാം ആഡ് ചെയ്യാം. ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ തന്നെ പെപ്പർ പൗഡർ, കുറച്ച് ഉലുവാപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്, കുറച്ച് മല്ലിപ്പൊടി, ഏകദേശം 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇവയെല്ലാം ആഡ് ചെയ്തതിന് ശേഷം അടച്ച് നന്നായി ബ്ലെൻഡ് ചെയ്യുക. നമ്മൾ ബ്ലെൻഡ് ചെയ്തത് നമുക്ക് നല്ല പൗഡേർഡ് പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഒരു ചട്ടിയിലേക്ക് മാറ്റാം. എന്ത് പ്രിപ്പയർ ചെയ്യാനും മൺചട്ടിയാണ് ഏറ്റവും നല്ലത്. കാരണം മൺചട്ടിയുടെ ഒരു ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റും ഫ്ലേവറും ഒന്ന് വേറെ തന്നെയാണ്. ഇതിലേക്ക് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 1/2 നാരങ്ങ നന്നായി പിഴിഞ്ഞൊഴിക്കുക. ഇനി നമ്മുടെ മസാല നന്നായി മിക്സ് ചെയ്യുക. ഓരോ മീനും എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് നന്നായി തേച്ച് മിക്സ് ചെയ്യണം. മസാല നന്നായി നമ്മുടെ ഫിഷിലേക്ക് പിടിക്കണം. അത് മുഴുവൻ മസാല ആഡ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 45 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1 മണിക്കൂർ നേരം അത് മസാല പിടിക്കാൻ വേണ്ടി നമ്മൾ വെക്കണം. ഏകദേശം 45 മിനിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു പാൻ എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ നന്നായി ചുറ്റും ബ്രഷ് ചെയ്യുക. എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ നമ്മുടെ ഓരോ ഫിഷും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡും നന്നായി ഫ്രൈ ചെയ്യുക. തിരിച്ചു മറിച്ചു ഇട്ട് നന്നായി അത് ഫ്രൈ ചെയ്യണം. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്ലാക്ക് പെപ്പറും അതുപോലെ തന്നെ കുറച്ച് കറി ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു നല്ല ഫ്ലേവർ, കറിവേപ്പിലയുടെയും കുരുമുളകിൻ്റെയും നല്ലൊരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയി കിട്ടും.
നമ്മുടെ ക്രിസ്പി ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ചോറിൻ്റെ കൂടെ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.